ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഇസ്ലാം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ മൗലികാവകാശം ഒന്നാം സ്ഥാനം അത് മനുഷ്യനാണെന്ന് പറയുന്ന മതമാണ്. അതുകൂടി ഇത്തരണത്തിൽ മുന്നോട്ട് വെക്കുക. ഭൂമി ആർക്ക്? ലിമൻ അൽ അർദ്, ഭൂമി ആർക്ക്? അവിടുത്തെ മൗലികമായ അവകാശിയാര്? അതിനർത്ഥം ആ ചോദ്യത്തിന് മറുപടി മനുഷ്യൻ എന്നാണ്. ലഖദ് കറംനാ ബനി ആദം. അപ്പൊ അത് പറഞ്ഞതിന്റെ സാരം എന്താന്ന് വെച്ചാൽ, മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന മറ്റൊന്നിനും ഇവിടെ മൗലികാവകാശം വകവെച്ചു കൊടുക്കരുത്. അതുകൂടി ഇത്തരണത്തിൽ ഉണർത്തുകയാണ്. നാം തമ്മിൽ ജീവിക്കേണ്ടതിന്റെ കഥ പറഞ്ഞതിന് ശേഷം പറയുന്നു. എന്നാ അങ്ങനെ പറയാൻ കാരണം, വർത്തമാന സമയത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തെരുവ് നായയുടെ കടി. നമുക്ക് വേണം കോടതിയെ, സുപ്രീം കോടതി വേണം, എല്ലാ കോടതിയും വേണം. പക്ഷെ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞതായി പേപ്പറിൽ കാണുകയാ, മനുഷ്യന്മാരെ കടിക്കുന്ന നായകളെ ഏതൊക്കെയോ സാമൂഹ്യ പ്രവർത്തകർ വലവീശി പിടിച്ചു, അതിനെ യമപുരിക്ക് യാത്രയാക്കിയതിന്റെ പേരിൽ അവിടെ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കണമെന്ന്. അവസാനം സുപ്രീം കോടതിയുടെ ഒരു പറച്ചിൽ കൂടി, കടിക്കുന്ന നായകളുണ്ടെങ്കിൽ അതിനെ പിടിച്ചു കെട്ടേണ്ട ചുമതല സർക്കാരിനാണ്, സംഘടനകൾക്കല്ല. എങ്ങനെയുണ്ടാവും? ഒരു നായ കടിച്ച് ആക്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിന്റെ പെറ്റീഷനുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നായ അവിടെ ഉണ്ടാവൂ? അല്ല, ഡൽഹി പോയി സുപ്രീം കോടതി ചെന്ന നായ അവിടെ ഉണ്ടാവൂ? ഇന്ന് തന്നെ ഒരു കിഴവിമാര് വീട്ടിലിരിക്കേണ്ടവരാണ്, അവരെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഗവൺമെന്റുകളുടെ വികലമായ കാഴ്ചപ്പാടുകളെ കൊണ്ട് 95 വയസ്സ് വരെയുള്ള കിഴവികൾ ഇന്ന് ATMന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. നിൽക്കാമായിരുന്നു കടികൊള്ളില്ലെങ്കിൽ. ഇന്ന് ആലപ്പുഴയിലെ ഒരു കിഴവിക്ക് കിട്ടാൻ 2000 കിട്ടിയെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് 2000-ത്തേക്കാൾ വലിയ കിട്ടൽ കിട്ടി. നോക്കുക, മനുഷ്യൻ വലഖദ് കറംനാ ബനി ആദം, ഭൂമിയിൽ മനുഷ്യനാണ് സ്ഥാനം. മനുഷ്യന് ബഹുമാനം കൽപ്പിക്കണം. ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മുസ്ലിം എന്ന ആ ഒരു കണ്ണട വെക്കണ്ട, അമുസ്ലിം എന്ന കണ്ണട വെക്കണ്ട. പരസ്പരം കടിക്കാതെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ എല്ലാവരും ബനു ആദമാണ്. അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആയതുകൊണ്ട് തന്നെ നമുക്ക് കടിക്കുന്ന നായകളെ കൊല്ലുക തന്നെ വേണം. സുപ്രീം കോടതിയോട് പറയാനുള്ളത്, മുത്തലാഖിന്റെ വിഷയത്തിൽ കോടതി ഇടപെടുന്നത് ഈ കടിക്കുന്ന നായയുടെ കാര്യത്തിൽ ഇടപെടുന്നത് പോലെ വികലമായി പോവാൻ പാടില്ല. എന്തുകൊണ്ടാണ് തലാഖ് വെച്ചിട്ടുള്ളത്? പോസിറ്റീവും നെഗറ്റീവും വേണം, അപ്പോഴേ നമുക്കിവിടെ വെളിച്ചമുണ്ടാവുള്ളൂ. സംഗതി വശാൽ ഇടിമിന്നും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോ ആ ഇലക്ട്രിക് പോസ്റ്റുമേൽ ഒരു ഫ്യൂസ് അവിടെ വേണം, ആവശ്യം വന്നാ പോവാൻ വേണ്ടി, കറണ്ട് പോവാൻ വേണ്ടി. ഫ്യൂസ് പൊട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ ഒന്നായിട്ട് തീക്കത്തലില്ലാതിരിക്കൂ. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇങ്ങനെ നല്ല ഇൽഫത്തിൽ പോവല് നിർബന്ധം തന്നെയാണെങ്കിലും ചില സ്ഥലത്ത് ലാബുദ്ധമിൻഹുവാണ് എന്ത് ഒരു വിടപറച്ചില്. അങ്ങനെ കുടുങ്ങിയ കള്ളിക്ക് വെച്ച ഫ്യൂസാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ആ ഫ്യൂസ് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കറണ്ട് എടുത്താൽ ഉറപ്പാണ് 4-5 ദിവസമൊക്കെ ശരിക്കും പോകും. പിന്നെ തുലാവ് ആ മരം അങ്ങോട്ട് വരുന്ന സന്ദർഭത്തിലുണ്ടല്ലോ, വീടാകെ കത്തിക്കരിഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പയ്യന്മാര് ഇലക്ട്രിക് പോസ്റ്റ് കുലുക്കിയിട്ട് ഫീസ് പൊട്ടിക്കാനും പാടില്ല. സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും വക്രബുദ്ധികള് പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് തൊല്ലത്തൊക്കി സലാഹ, അതാണ് ഈ പയ്യന്മാരുടെ പിടിച്ചു കുലുക്കൽ പരിപാടി. അതിന് സമ്മതിക്കാനും പാടില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പയ്യൻ കുലുക്കിയ ഫീസ് പോകും കേട്ടോ. ഒരു വികലൻ തല്ലത്തു സലാഹ എന്ന് പറഞ്ഞ പൂക്ക് പോകുകയും ചെയ്യും. പക്ഷെ അവനെ പോവാൻ നാം സമ്മതിക്കരുത്, അടിച്ചിട്ട് മാറ്റി നിർത്തേണ്ടതാകുന്നു. അപ്പൊ ഫ്യൂസ് എന്നുള്ളത് അനിവാര്യമായതുപോലെ ഇസ്ലാം വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അത് മനസ്സിലാക്കാതെ സുപ്രീം കോടതി ദയവായിട്ട് ഇതാ ഈ നായന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ പറയാതിരിക്കണം എന്ന് നമ്മുടെ വിനയത്തിന്റെ ഭാഷയിൽ, അത് ദേശീയതയ്ക്ക് വിപരീതമായ സംസാരമല്ല, അതല്ലെങ്കിൽ കോടതിയോടുള്ള ബഹുമാനത്തിന് എന്തെങ്കിലും വെടിവെച്ചിട്ടല്ല, വിഷയത്തെ നേരെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സ്ത്രീകളെ നിർബന്ധമായും നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്ത് ആദരിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയെ, 95 വയസ്സ് പ്രായമുള്ള അമ്മയെ ക്യൂവിൽ നിർത്തിയത് ആഘോഷിക്കുകയാണ് പേപ്പറിൽ. വലഖദ് കറംനാ ബനി ആദം. മനുഷ്യനോട് കൂറുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ടത് എന്താകുന്നു ചെയ്യേണ്ടത്? അവരെ നാം ആദരിച്ചുകൊണ്ട് അവരെ വീടുകളിലിരുത്തി അങ്ങോട്ട് സഹായവുമായി ചെല്ലേണ്ടതാണ്. ഈ പൊരിവെയിലത്ത് പകൽ സമയത്ത്